ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ സ്നോവിനെ കുറിച്ചാണ് കേട്ടോ. ഞങ്ങളുടെ സ്നോവി ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ്. ഇവൻ ഞങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ് കേട്ടോ. ഇവൻ അടുത്ത മാസം ഏപ്രിൽ 2-ാം തീയതിക്ക് ഇവന് 4 വയസ്സാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവൻ്റെ കുറച്ച് റുട്ടീൻസും അവനെ കുളിപ്പിക്കുന്നതൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അവന് ഫുഡ് കൊടുക്കുന്നത് ഡോഗ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. പെറ്റ് ഫുഡ് ചിക്കൻ ഫ്ലേവറുള്ള ഡോഗ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അത് രാവിലെയും വൈകുന്നേരവും 2 നേരമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നതിന് മുൻപ് ഇവനെ നമ്മൾ ബാൽക്കണിയിലോട്ടാക്കും. അതൊരു 15 മിനിറ്റ് ബാൽക്കണിയിൽ നിർത്തും. ആ സമയത്ത് നമ്മളൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരിക്കും അവിടെ, അതായത് അണ്ടർ പാഡ് വിരിച്ചിട്ടുണ്ടായിരിക്കും. അതിനുള്ളിൽ അവൻ യൂറിനും മോഷനും പാസ് ചെയ്യും, നമ്മൾ ആ പുറത്ത് വിടുന്ന സമയം കൊണ്ട് തന്നെ. അത് കഴിയുമ്പോൾ നമ്മൾ അവനെ അകത്താക്കി കൂടിനകത്ത് ഫുഡ് കൊടുക്കും. ആ ഫുഡ് നമ്മളൊരു 15 മിനിറ്റ് മാത്രമേ ഫുഡ് കൂട്ടിൽ വെക്കുകയുള്ളൂ. അതിനുശേഷം അവൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റും. പിന്നെ വെള്ളം നമ്മൾ കൂട്ടിൽ കണ്ടിന്യൂസ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. കാരണം അവന് എപ്പോൾ ദാഹിച്ചാലും അവനത് തന്നെ കുടിച്ചോളും. അതായത് നമ്മൾ കൂട്ടിലിടാത്ത സമയത്ത് അവൻ റൂമിലൊക്കെ നടക്കും, ഹോളിലൊക്കെ നടക്കുക. ആ സമയത്തൊക്കെ തന്നെ ആയാലും അവന് ദാഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൂട്ടിൽ വന്നിട്ട് തന്നെ വെള്ളം കുടിക്കും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കളുടെ കൂടെ അവൻ ഓടി ഓടി കളിക്കും. കുട്ടികളുണ്ടെങ്കിൽ അവന് കളിക്കണം. അവനൊരു കുഞ്ഞിനെ പോലെ തന്നെയാണ്. ഇപ്പോൾ അവന് അവൻ്റേതായ ടോയ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ടോയ് എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവനത് എടുത്തു കൊണ്ടുവരും. മക്കൾ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ കോറിഡോറിൽ കൂടെ ഏതെങ്കിലും കൊച്ചുങ്ങൾ പോകുന്ന സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. കുഞ്ഞുങ്ങളെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് അവന് കേട്ടോ. അതുപോലെ കുളിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി മടിയൊക്കെയാണ്. കുളിക്കാൻ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഞങ്ങൾ എസ്കേപ്പ് ആവും. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, എന്നാലും കുളിക്കാൻ വലിയ താല്പര്യമില്ല. കുളിപ്പിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് അവനെ കുളിപ്പിക്കുക. പല്ല് തേപ്പിക്കുന്നത് ആഴ്ചയിൽ 2 വട്ടം പല്ല് തേപ്പിക്കും. കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു പരിപാടി തന്നെയാണ്, പണി തന്നെയാണ്. ഇവിടെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യുന്നത്. അവന് സെപ്പറേറ്റ് ആയിട്ട് പേസ്റ്റും ബ്രഷൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവന് ഗ്രൂമിങ് സെറ്റ് ഉണ്ട്. അത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ ഗ്രൂമിങ് സെറ്റിനുള്ളിൽ എല്ലാ തരത്തിലുള്ള ടൂൾസും ഉണ്ട് കേട്ടോ, അവന് ആവശ്യമായിട്ടുള്ളതൊക്കെ. ഇത് അവൻ്റെ കോമ്പാണ്. അവൻ്റെ മുടിയിലത്തെ ജട തീർക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും മുടി കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള സിസേഴ്സും ഉണ്ട്. കുളിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ കൊമ്പ് വെച്ചിട്ട് നമ്മൾ ചീകി കൊടുക്കുക. അല്ലാത്ത സമയത്ത് മറ്റേ കൊമ്പ് വെച്ചിട്ടാണ് നമ്മൾ ചീകി കൊടുക്കുന്നത്. ഇത് അവൻ്റെ നെയിൽ കട്ടറാണ് കേട്ടോ. പട്ടികൾക്ക് നഖം ഭയങ്കര കട്ടിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ നെയിൽ കട്ടർ തന്നെ വേണം. ഇത് അവൻ്റെ നഖം വെട്ടുന്ന നെയിൽ കട്ടറാണ് കേട്ടോ. ഇതാ സെറ്റിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ട്രിമ്മർ ഉണ്ട്, അവൻ്റെ മുടി ട്രിം ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നഖം വെട്ടി കഴിയുമ്പോൾ ഷാർപ്പായിട്ടിരിക്കും, അത് രാവി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള അരമുണ്ട്. അടുത്തത് അവനെ കുളിപ്പിക്കുമ്പോൾ ഉള്ള സാധനങ്ങളാണ്. നമ്മളെപ്പോലെ തന്നെ ഷാമ്പും കണ്ടീഷണറൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അവൻ്റെ ഷാമ്പു ഇട്ട് കുളിപ്പിച്ചതിന് ശേഷം കണ്ടീഷണർ ഇട്ട് നമ്മൾ കഴുകിക്കളയാണ് ചെയ്യുന്നത്. അവൻ്റെ സ്പെഷ്യൽ കണ്ടീഷണറാണിത്. ഈ കണ്ടീഷണർ ഇട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കും. അടുത്തതായിട്ട് ടിയർ സ്റ്റെയിൻ റിമൂവറാണ്. അതായത് പട്ടികളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടായിരിക്കും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കണം, ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിനുള്ള സ്റ്റെയിൻ റിമൂവറാണിത്. അടുത്തത് ചെള്ള്, പേന് ഇതൊന്നും വരാതിരിക്കാനുള്ള പൗഡറാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ഹെയർ സിറമാണ്. ഹെയർ സിറം എന്ന് പറയുമ്പം ഹെയർ സ്പ്രേ ആണ്. അത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഡ്രൈ ആക്കി കഴിഞ്ഞ് ചീകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇവൻ്റെ സാധനങ്ങൾ. അതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. കുളി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മുടി ആകെ ഒട്ടി പോലെയാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ചീകി ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുളിപ്പിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് അവനൊന്നിങ്ങനെ പാമ്പർ ചെയ്ത് സ്നേഹിച്ച് നിൽക്കും കേട്ടോ. പിന്നെ ഫസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീര് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കണ്ണിൻ്റെ ചുറ്റോളം നന്നായി ക്ലീൻ ചെയ്യും. അതിനായിട്ട് സ്റ്റെയിൻ റിമൂവർ എടുത്ത് നന്നായി കണ്ണ് ക്ലീൻ ചെയ്ത് കൊടുക്കും. കണ്ണിൻ്റെ ഉള്ളിലാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് കോമ്പ് വെച്ചിട്ട് നന്നായി മുടിയുടെ ജട കളയാണ്. അതിനുശേഷം കുളിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നമ്മൾ മുടി ചീകി ശരിയാക്കുമ്പോൾ ചടയൊന്നും ഇല്ലാതെ മുടി കെട്ടുപിടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മുടിയൊക്കെ നന്നായി ചീകി ഡെഡ് ഹെയർസ് കുറേ ഉണ്ടായിരിക്കും, അതൊക്കെ റിമൂവ് ചെയ്ത് നന്നായി ഈ ചീപ്പ് വെച്ച് ചീകിയിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയും. ഈ ചീപ്പ് കണ്ടോ, ഈ ചീപ്പാണ് നമ്മൾ സാധാരണ അവൻ്റെ ഡെയിലി ഉള്ള മുടി ചീകലിന് ഉപയോഗിക്കുന്ന ചീപ്പ്. ഇത് കുളിപ്പിക്കുമ്പോൾ മാത്രമേ ഈ ചീപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ചീപ്പ് വെച്ചിട്ട് നമ്മൾ ചീകാറുള്ളൂ കേട്ടോ. അങ്ങനെ അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ചീകി റെഡിയാക്കും.
പണി നഖം വെട്ടുക എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ട്രിം ചെയ്തതിൽ മുടി അധികം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ട്രിം ചെയ്യുന്നില്ല. ട്രിം ചെയ്യുകയാണെങ്കിൽ ഈ നഖങ്ങളുടെ ഇടകളിലൊക്കെ ട്രിമ്മർ ഉപയോഗിച്ച് മുടി കളഞ്ഞു കൊടുക്കും. ഇത് നഖം വെട്ടുകയാണ് ചെയ്യുന്നത്. ആ സിസേഴ്സ് ഉപയോഗിച്ച് വെട്ടിയാൽ തന്നെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ നഖം. അടുത്തത് പല്ല് തേക്കലാണ് കേട്ടോ. പല്ല് തേക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ തുപ്പാനൊന്നും പറ്റില്ലല്ലോ അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എഡിബിൾ ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെ ഇറക്കി വായ തന്നെ വാഷ് ഔട്ട് ചെയ്തോളും. അല്ലാതെ വേറെ വെള്ളമൊഴിച്ച് കഴുകുമൊന്നും വേണ്ട കേട്ടോ. അടുത്ത് നമ്മൾ കുളിക്കാൻ പോവാണ് കേട്ടോ. കുളിക്കാനായിട്ട് ചൂടും തണുപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ശരീരം ഫുള്ളും വെറ്റാക്കും. തല ഇപ്പം നനയ്ക്കില്ല കേട്ടോ, തല ഇപ്പോൾ കുളിപ്പിക്കില്ല. ഏറ്റവും ലാസ്റ്റാണ് തല കുളിപ്പിക്കുകയുള്ളൂ. കാരണം തല കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് പൊതുവേ കുടയാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അതുകൊണ്ട് തല ഏറ്റവും ലാസ്റ്റേ കുളിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ശരീരം ഫുള്ള് വെറ്റാക്കും, അതിനുശേഷം ഷാമ്പു ഉപയോഗിച്ച് കഴുകും, അതിനുശേഷം കണ്ടീഷണർ കുറച്ചെടുത്ത് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും കഴുകിക്കളയും. അങ്ങനെ ഞങ്ങളുടെ കുളി കഴിഞ്ഞു കേട്ടോ. തല ഏറ്റവും ലാസ്റ്റാണ് കുളിപ്പിച്ചത്. വേഗം തന്നെ തോർത്തി എടുക്കും. കണ്ടോ, കുടയെന്ന് കണ്ടോ. തല കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടയാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ അതിനുശേഷം കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെയാണ് കേട്ടോ ഹസ്ബൻഡ് എടുത്തുകൊണ്ട് പോവുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല കാണിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് സ്നോവിയുടെ മുഖത്തേക്ക് നോക്കിയേ. അവനിത് ആസ്വദിച്ചിട്ടാണ് കിടക്കുന്നത്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നോ പാമ്പർ ചെയ്യുന്നത് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് അവൻ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ തലയും മേലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ആ വെള്ളം ഒന്ന് ഒപ്പിക്കളഞ്ഞതിന് ശേഷം ഹെയർ സ്പ്രേ മുടിയിലൊക്കെ ആക്കി നന്നായി മുടി ഒന്ന് കോംബ് ചെയ്തെടുക്കും. അതിനുശേഷം ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് നന്നായി ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നല്ല സമയം എടുക്കും, നല്ല ക്ഷമ വേണം ഇത് ചെയ്യാനായിട്ട്.
ഇടയ്ക്കിടയ്ക്ക് മുടി ചീകി കൊടുക്കും. അതിനുശേഷം ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുത്ത് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ചെയ്ത് തീരില്ല. കാരണം നമ്മളിപ്പോൾ തന്നെ ഡ്രൈ ചെയ്ത് നന്നായി ചീകി ചട തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കട്ട പിടിക്കില്ല. നമ്മൾ കുളി കഴിഞ്ഞ് ഒന്നും ചെയ്യാതെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുടി കട്ട പിടിക്കും. പിന്നെ ചീകാനേ പറ്റില്ല നമുക്ക് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ചീകി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, സിൽക്കി ഹെയർ ആവും ഇവരുടെ മുടി. കാണാൻ നല്ല ഭംഗിയാണ്. കുളി കഴിഞ്ഞ് ഹെയർ ഡ്രയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല സുന്ദരനാണ് ഞങ്ങളുടെ സ്നോവി കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.